മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ആരംഭിച്ച് കോൺഗ്രസ് തറക്കല്ലിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ വിമർശനങ്ങളും മറ്റുമാണ് ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ആദ്യ ബ്ലോക്കിൽ 18 വീടുകൾ ആണ് ഉണ്ടാവുക. ഒരു വീടിൻ്റെ അടിത്തറ നിർമ്മാണം മാത്രമാണ് അതേസമയം പൂർത്തിയായിട്ടുള്ളൂ. വീടിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്ന കാര്യത്തിലടക്കം തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ദുരന്തബാധിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകും എന്നായിരുന്നു പാർട്ടിയുടെ വാഗ്ദാനം. ഇതിനായി ആപ്പ് രൂപീകരിച്ച് പണപ്പിരിവും നടത്തിയിരുന്നു. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, കഴിഞ്ഞ ദിവസം ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ 2ാം വാർഷികം ആയിരുന്നു. നമ്മൾ അവിടുത്തെ കണ്ണീർ കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. ഇപ്പോഴിതാ ഈ കോൺഗ്രസിൻ്റെ വീട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വിമർശനങ്ങൾ ഉയർന്നതാണ്, രാഷ്ട്രീയ എതിരാളികൾ പ്രതിഷേധ പ്രകടനമടക്കം ഇതിൻ്റെ പേരിൽ നടത്തിയതുമാണ്. ഇപ്പോഴെന്താണ് ഒരു സാഹചര്യം അനീഷ്? തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചാ വിഷയമായി ഉയർന്നതാണ് വീടെവിടെ കോൺഗ്രസ് എന്ന രീതിയിൽ ഒരു പാട്ട് പോലും പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്നാലും ആ വീടെവിടെ കോൺഗ്രസ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഇപ്പോൾ കോൺഗ്രസ് മേപ്പാടി കുന്നമ്പറ്റ എന്ന സ്ഥലത്ത് അവരുടെ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരായ ആളുകൾക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം പുരോഗമിച്ചിരിക്കുന്നത്. ഇപ്പോഴും പക്ഷേ ഒരു ബ്ലോക്കിലാണ് ഈ വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ആ ആദ്യ ബ്ലോക്കിൽ 18 വീടുകൾ നിർമ്മിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. അതിൽ തന്നെ ഒരു വീടിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആണ് ഏതാണ്ട് പൂർത്തിയായെന്ന് പറയാൻ കഴിയുന്നത്. ഒരു വീടിന്റെ അടിത്തറ പൂർത്തിയായിരിക്കുന്നു. മറ്റ് 2 വീടുകളുടെ അടിത്തറ നിർമ്മിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ വയനാട്ടിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തെല്ലൊന്ന് വേഗക്കുറവുണ്ട് എന്ന് ആ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്നു. 10ൽ താഴെ തൊഴിലാളികളാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യാനുള്ളത്. അതുകൊണ്ട് എത്ര നാളെടുത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരും എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം അവർക്ക് നൽകാൻ കഴിയുന്നില്ല. എന്തായാലും ഈ ജോലിക്ക് നിൽക്കുന്നവർ പോലും ഒരു ആശ്വാസകരമായി പറയുന്ന കാര്യം, മുസ്ലിം ലീഗിന്റെ വീടുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഒരു കരാർ കമ്പനിയുണ്ട്. അവർ തന്നെയാണ് ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾ മുന്നേറും എന്നാണ്. പക്ഷേ എപ്പോഴേക്ക് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി അത് ഗുണഭോക്താക്കൾക്ക് കൈമാറും എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു ചിത്രം നൽകാൻ കഴിയുന്നില്ല. ഒപ്പം എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്, ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരവും അധികൃതർ നൽകുന്നില്ല. എന്തായാലും വീട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ ഏതാണ്ട് 150 ദിവസം മുമ്പ് ഇത് തറക്കല്ലിട്ടത്. പിന്നീട് ഇട്ട തറക്കല്ല് പോലും കാണുന്നില്ല എന്ന രീതിയിലേക്ക് വരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് എന്തായാലും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ 2ാം വാർഷിക ദിനമായ ഇന്നലേക്ക് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാവധാനത്തിലാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. കൃത്യമായ ഒരു സമയബന്ധിതമായ അല്ലെങ്കിൽ ഒരു സമയക്രമം കൃത്യമായി പറയുന്നില്ലെങ്കിൽ പോലും അധികം വൈകാതെ 18 വീടുകൾ ആദ്യഘട്ടമായി ഗുണഭോക്താക്കൾക്ക് കൈമാറും എന്നാണ് പ്രാദേശിക നേതാക്കളടക്കം പറയുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും കോൺഗ്രസ് 100 വീടുകൾ ആയിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ 100 വീടുകളിൽ ഒന്നിൻ്റെ പോലും നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആപ്പ് വഴിയൊക്കെ പണം സ്വരൂപിച്ചിരുന്നു. അതിലൂടെ പണം തികഞ്ഞില്ല എന്ന് പിന്നീട് കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.